ലാലാഘോഷം തുടരുന്നു. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ലാലാഘോഷം തുടരുന്നു. വലിയ വിജയമായ എമ്പുരാൻ എന്ന ചിത്രം റിലീസിംഗ് കഴിഞ്ഞ് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ വിജയം തന്നെയാണ് ചിത്രം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ തുടരും എന്ന ചിത്രത്തിന്റെ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ലാലാഘോഷം തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. തുടരുമെന്ന ചിത്രം വരുന്ന ഏപ്രിൽ 25 റിലീസ് ചെയ്യപ്പെടാനിരിക്കുകയാണ്. എമ്പുരാന് പിന്നാലെ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രം കൂടി റിലീസിംഗിന് ഒരുങ്ങുന്നു. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 തിയേറ്ററിലെത്തുന്ന ചിത്രമാണ് തുടരും. എമ്പുരാനിൽ സ്റ്റൈലിഷ് മാസ് കഥാപാത്രമായി അവതരിച്ച മോഹൻലാലിനെയാണ് നമ്മൾ ആഘോഷിച്ചതെങ്കിൽ ഈ സിനിമയിൽ വിന്റേജ് മോഹൻലാലിനെ കാണാമെന്നാണ് എല്ലാവരും കരുതുന്നത്. ഫീൽ ഗുഡ് പോലെ തുടങ്ങുന്ന സിനിമ അവസാനത്തോടടുക്കുമ്പോൾ ത്രില്ലർ മൂഡിലേക്ക് മാറുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലറിലെ ചില രംഗങ്ങളാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളിലേക്ക് മാധ്യമങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ അഭിനയ ശൈലികൾ മോഹൻലാലിൽ നിന്ന് ഈ സിനിമയിൽ കാണാം എന്ന് തന്നെയാണ് എല്ലാവരെ പോലെ തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നത്. ഫീൽ ഗുഡ് പോലെ തോന്നുന്നു, എന്നാൽ അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ദൃശ്യം പോലെയൊക്കെയുള്ള ഒരു സിനിമയുടെ മൂഡിലേക്ക് ഈ സിനിമയും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. UAA സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ 46 മിനിറ്റാണ് സിനിമയുടെ റണ്ണിംഗ് ടൈം. എമ്പുരാനിൽ അധോലോക നായകനായ ഖുറേഷി അബ്രഹാമായി മോഹൻലാൽ എത്തുമ്പോൾ തുടരും എന്ന സിനിമയിൽ സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ ഷൺമുഖമായി അദ്ദേഹം വീണ്ടും അവതരിക്കുന്നു. ഇരു സിനിമകളിലും തീർത്തും വൈരുദ്ധ്യമായ കഥാപാത്രങ്ങളെയാണ് നടൻ അവതരിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിൽ സംഭവിക്കുന്നത്. മോഹൻലാലിന്റെ കരിയറിലെ 360ാമത്തെ ചിത്രം കൂടിയാണ് തുടരും എന്ന ചിത്രം. ശോഭനയാണ് ചിത്രത്തിലെ നായിക. ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും പഴയകാല നായികയായ ശോഭനയും ഒരുമിച്ചെത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ M. രഞ്ജിത്താണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ, നല്ല സുഹൃത്ത് ബന്ധങ്ങളുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ. അദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. മോഹൻലാലിനെ കൂടാതെ ചിത്രത്തിൽ ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു എന്നിവർക്കൊപ്പം പുതിയ ഒരുപാട് താരങ്ങൾ, നിരവധി പുതുമുഖ താരങ്ങൾ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും വിഷു സീസണിലെ മറ്റൊരു വിജയ ചിത്രമായി തുടരും മാറും എന്ന് തന്നെയാണ് മോഹൻലാലിന്റെ ആരാധകരെ പോലെ തന്നെ ഞങ്ങളും നോക്കിക്കാണുന്നത്. നല്ല ഒരു പോസിറ്റീവ് റെസ്പോൺസ് ചിത്രത്തിന് വരികയാണെങ്കിൽ ഒരുപക്ഷെ എമ്പുരാന്റെ പോലെ തന്നെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് തുടരും എന്ന ചിത്രം കുതിച്ചു കയറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഇത്തരം വേഷങ്ങളിൽ ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികളിൽ ഭൂരിഭാഗവും. ഏതായാലും ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.